ഹലോ, എല്ലാവർക്കും സിദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തക്കാളിയുടെ ചെയ്തായിരുന്നില്ലേ? അപ്പോൾ അതിനെനിക്ക് നല്ല കമൻസും ഒത്തിരി ആൾക്കാർ ഫോൺ ചെയ്ത് എല്ലാവർക്കും ചെയ്തു നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. അപ്പം അതുപോലെ തന്നെയുള്ള ഒരു അടിപൊളി ഫേസ് പാക്കായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ആ സെയിം എഫക്റ്റോട് ആ ഇൻഗ്രീഡിയൻസ് അല്ല വേറെ. അപ്പം അത് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് നല്ല സൂപ്പർ സാധനമാണ്. അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് ചെയ്യണം. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാ സാധനങ്ങളുമാണ് നമുക്കിത്. അപ്പോൾ ഭയങ്കര പൈസയാവോ ഒന്നുമില്ല. ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. ഏത് ഫങ്ഷന് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിലും എന്താ പറയുക, നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് പോകാം. വേറെ ഒരു മേക്കപ്പും വേണ്ട. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വേറെ പൗഡറോ കാര്യങ്ങളോ ഒന്നും ഇടാണ്ട് നമുക്ക് പോകാം. അത്രയ്ക്ക് നല്ല ഏത് കറുത്തവർക്കും ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി പറയുകയാണ്, ഞാൻ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നും ഉണ്ടാക്കുന്നത് ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതായത് പെട്ടെന്ന് തന്നെ നിറം കിട്ടുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം അധികം വിലപിടിപ്പില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം. അതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ ഈ അരിപ്പൊടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അത് എടുക്കാം നമുക്ക്, അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. അപ്പം ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് 1 സ്പൂൺ നല്ല തൈര്, നല്ല കട്ട തൈര് ഉണ്ടാ, അതിട്ടേച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനത്തെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തക്കാളി ഇട്ടായിരുന്നു, ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു, ഒത്തിരി കമൻറ്റും, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട്. അത് ഈ പറയണ പോലെ പെട്ടെന്ന് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുകയാണ്. നമ്മളിപ്പോൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മേക്കപ്പ് പോലും വേണ്ട. ഒരു ഫംഗ്ഷന് മുമ്പാണ് നമ്മളത് ചെയ്യണമെങ്കിൽ ഒത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട് പോകും, അതിൻ്റെ മാത്രം കാര്യമുള്ളൂ. അത്രയ്ക്ക് അടിപൊളി റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ അത്ര തന്നെ റിസൾട്ട് കിട്ടുന്നു എന്നതാണ്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചേർത്തും, അരിപ്പൊടി ചേർത്ത്, തൈര് ചേർത്ത്, അലോവേര ജെല്ല് ചേർത്ത്. ഇനി നമുക്ക് അടുത്തത് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തക്കാളി ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് തക്കാളി സ്റ്റോക്കാണ്. എപ്പോഴും ഞാൻ ഇതുപോലെ തക്കാളി അടിച്ചു വെച്ചേക്കും. ഇപ്പം ഞാനൊന്നും ഇല്ലെങ്കിലും തക്കാളി വെറുതെ മുഖത്ത് പറ്റും എന്ന് വെച്ചാൽ നല്ല ബ്ലീച്ചിങ് ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിനും ഒക്കെ നല്ല അടിപൊളിയാണ്. ഡെയിലി നമുക്ക് ഈ പാക്ക് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, 1 സ്പൂൺ ഞാൻ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, 1 സ്പൂൺ. ഇനി നമുക്ക് ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൽമണ്ട് ഓയിലാണ്. ഈ ആൽമണ്ട് ഓയിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു
30 രൂപയുള്ളൂ. മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും നമുക്ക് ഇതുപോലത്തെ ചെറിയ ഒരു കുപ്പി. അപ്പോൾ അതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ വീട്ടിൽ ഒന്നും ഇതാക്കാനില്ല. തൈര് നമ്മുടെ വീട്ടിലുണ്ട്, അരിപ്പൊടിയുണ്ട്, പിന്നെ അലോവേര ജെല്ല് നിങ്ങളുടെ വീട്ടിലുള്ളതാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം മേടിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ 30 രൂപയുടെ ഇതുപോലെ ഒരു ആൽമണ്ടിൻ്റെ ഓയിൽ മേടിക്കുക. അത് ഒരു 3 തുള്ളി അത്രയും മതി, വേറെ ഒന്നും വേണ്ട ഇതിലോട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണാവേ. നമുക്ക് ആദ്യം തന്നെ ഈ ഫേസ് പാക്ക് ഇടണേക്കാട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ വേറെ സ്ക്രബിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട. വെറുതെ ഒരു കോട്ടണിൽ മുക്കിയിട്ട് പാലെടുത്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ക്ലെൻസിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ക്ലെൻസിങ് ഇങ്ങനെ ചെയ്യണം, പക്ഷേ അതിൽ കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലെൻസിങ് സഹായിക്കുവേ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. ഡെയിലി നമുക്ക് ഈ പാലുകൊണ്ട് ക്ലെൻസ് ചെയ്യണം, അത്ര നല്ലതാണ്. അപ്പോൾ ഏതൊരു പാക്ക് ഇടുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യണം. പാലുകൊണ്ട് കുറച്ച് നമ്മൾ പാല് കാച്ചുന്നതിനെക്കാട്ടും മുമ്പ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം നമ്മുടെ ആ ഡേർട്ടൊക്കെ ശരിക്കും അങ്ങ് പോകും. അപ്പം ഇത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയുള്ളൂ, എന്നിട്ട് തന്നെ നിറച്ച ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. ഈ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വാഷ് ചെയ്യുകയോ ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ നല്ല സൂപ്പർ പാക്കാണ്. അതായത് ഞാൻ ചെയ്ത് നോക്കി, നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആൽമണ്ട് ഓയിൽ മാത്രം മേടിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി നിങ്ങൾക്കെല്ലാം സുഖമായിട്ട് ഇത് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു നല്ല എന്താണ് നമുക്കെല്ലാം ഫേഷ്യൽ എഫക്റ്റോടുകൂടി നമുക്ക് പുറത്ത് പോകാം എവിടെയെങ്കിലും പോകുമ്പോൾ. അതായത് പിന്നെ നമുക്കൊരു ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ പൗഡർ പോലെ ഇടണ്ട, അത്രയ്ക്ക് ഗുണമുള്ള നമ്മുടെ ഒരു പാക്കാണ്. അപ്പോൾ ഇതുണ്ട് നമ്മുടെ പാക്ക് നല്ല കട്ടിയിലാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉള്ളതാണല്ലോ. ഇടണേങ്കാട്ട് നമ്മൾ ആ മൊത്തം പാക്ക് ഇടണേങ്കാട്ടും മുമ്പ് തന്നെ ഒന്ന് 2 കൈയും കൊണ്ട് ചെയ്യണം. ഞാൻ പിന്നെ 2 കൈയിലോട്ട് ആക്കാഞ്ഞിട്ടാണ്. ഒന്ന് നമുക്ക് പയ്യെ ആദ്യം നമ്മൾ പ്രഷറൊക്കെ കൊടുക്കാണ്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടാ പാക്ക് ഇടുന്നതിനെക്കാട്ടും മുമ്പ്. ആ അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്ന് പയ്യെ നമുക്കൊരു സ്ക്രബ് അത്യാവശ്യമാണ് നമുക്ക്. എന്നിട്ട് വേണം നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ മുഖം കൂടുതൽ നല്ല ഭംഗിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ എപ്പോഴും കരുവാളിപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന സ്ഥലം ഇവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കുള്ളത് ഇവിടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളതൊക്കെ അവിടെയൊക്കെയാണ്, വൈറ്റ് ഹെഡ്സും. ഈ 2 ഇത് കഴിയുമ്പോൾ തന്നെ ഓക്കെ ആയി നമ്മുടെ മുഖം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പാക്ക് തന്നെ നമുക്ക് ഒരു 20 മിനിറ്റ് അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കാം. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല
കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കണം. അല്ല പെയിൻ്റ് അടിക്കണ പോലെ അങ്ങ് തേച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അന്നത്തെ തക്കാളിയുടെ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേരെന്നെ വിളിച്ചു, ചെയ്തൊക്കെ നോക്കി, നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷം എന്താ വെച്ചാൽ ചെയ്ത് നോക്കിയല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വെറുതെ ഉടായ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. അതുപോലെ റിസൾട്ടാണ്. ഇത് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഈ ചെയ്ത് നോക്കിയതൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കട്ടിലിടാൻ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കുറച്ചൊക്കെ കഴിയുമ്പോൾ അതങ്ങ് ഉള്ളിലോട്ട് വലിയും. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അത് ഇടാൻ പറയണം. അപ്പോൾ തൈരും തക്കാളിയൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും, അരിപ്പൊടി. ആഹാ, പിന്നിങ്ങൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ, പൗഡറിൻ്റെ ആവശ്യമുണ്ടോയെന്നു. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫാൻ്റെ അടിയിൽ പോയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. കഴുത്തേലും കൂടെ അങ്ങോട്ട് ഇട്ടോട്ടാ, അല്ലെങ്കിൽ രണ്ടും രണ്ട് നിറാവും. അപ്പോൾ നമ്മുടെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി തുടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയത്, അത് അധികം പൈസയൊന്നും ചിലവാക്കാണ്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരേ ഒരു സാധനം മാത്രം നമുക്ക് മേടിച്ചാൽ മതി, അത് നമ്മുടെ ആൽമണ്ട് ഓയിൽ. ബാക്കി ഒന്നും നിങ്ങൾ എല്ലാം തൈരും അരിപ്പൊടിയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്, വേറെ മുഖത്തിനൊരു കേടും ഇല്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ തൊട്ട് മുമ്പാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, ഒരു ക്രീമും കൂടി ഇടേണ്ട കാര്യമില്ല. അത്രയ്ക്ക് നമുക്ക് റിസൾട്ടാണത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ, ശരിക്കും നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട എഫക്റ്റ് വരും. അപ്പം ഞാനിതിപ്പം ഇങ്ങനെയാണ് ഒരു ദിവസം പോയത്. ഇത് ചെയ്ത് കഴിഞ്ഞ് നല്ലതായിട്ട് ഫേസ് വാഷ് ചെയ്ത്, വേറെ പൗഡറൊന്നും ഇട്ടില്ല, ഞാൻ കറുത്ത ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് ഞാൻ പോയത്.
അപ്പം നമുക്ക് പിന്നെ ഒരു മേക്കപ്പിൻ്റെ ആവശ്യം കൂടി വരത്തില്ല. അതാണ് നമ്മുടെ ഈ പാക്കിൻ്റെ ഗുണം. ഇപ്പം കേട്ടോ നമ്മുടെ കഴുത്തിനോട്ടും കൂടി ആ നിറം കിട്ടി. ഇനി നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നമുക്ക് ശരിക്ക് തന്നെ നമ്മുടെ നെറ്റിയുടെ ഇവിടെയൊക്കെ കണ്ട എല്ലാവരും എന്ത് പറയുന്നു, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പം ഇത് പാതിരാപ്പൂ ചൂടാനുള്ള ചടങ്ങുകളൊക്കെയാണേ. വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർക്കൊടു പാർകുഴലി അഞ്ചാനാം മതിലകത്ത് അഞ്ചല്ലോ കന്യക പാല നട്ടു പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർക്കൊടു കാർകുഴലി ആരാനാം മതിലകത്ത് മറ്റേതൊക്കെ അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഞാൻ ചേട്ടനും കൂടെ ഒന്ന് ലുലു മോളിൽ പോയേ. ഒന്ന് ചുമ്മാ കറങ്ങാൻ പോയതാണ്. ഇപ്പോൾ അവിടെ അടുക്കാൻ മേല. അപ്പം ഞങ്ങളൊക്കെ കുറേ പ്രാവശ്യം പോയതാണ്. അപ്പോൾ ചേട്ടൻ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയതാണ്. എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന വഴി കുറച്ച് ഫുഡും എല്ലാം കഴിച്ച് വീട്ടിലെത്തി.